ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നും ഞാനൊരു ഈസി ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ആദ്യം നമുക്കതിൻ്റെ മേക്കിംഗ് വീഡിയോ കാണാം. ഞാനിവിടെ 5 രൂപയുടെ സ്പോട്ട് ഓൺ എന്നും പറഞ്ഞിട്ടുള്ള ഒരു ചിപ്സിൻ്റെ പാക്കറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സെയിം തന്നെ പാക്കറ്റ് എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ഏത് ചിപ്സാണോ കിട്ടുന്നത് ആ ഒരു ചിപ്സിൻ്റെ പാക്കറ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വീടുകളിലൊക്കെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒരു 5 രൂപയുടെയോ 10 രൂപയുടെയോ ഒക്കെ ചിപ്സ് നമ്മൾ വാങ്ങിക്കാറുണ്ട്. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിലും ഇതേപോലെ കുറേ പാക്കറ്റ്സ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വെച്ച് എങ്ങനെയാണ് ഈസി ആയിട്ട് ഒരു പ്രൊജക്റ്റ് തയ്ച്ചിട്ട് അത് ഓൺലൈനായിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി പറയുന്നത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് 2 പാക്കറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ കുറേ കവറുകൾ കളയാറുണ്ടല്ലേ. അപ്പോൾ ഇനി മുതൽ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു വരുമാന മാർഗവും കൂടിയാണ്. അപ്പോൾ നമ്മളത് രണ്ടും ലെവലായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലും താഴെയും ഇതേപോലെ 2 പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റും ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളും എല്ലാം ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. അത് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ താഴെയും മുകളിലും വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ കുറച്ചും കൂടെ സേഫായിട്ട് സെക്യൂറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രൊജക്റ്റ് ആയതുകൊണ്ടാണ് ഇത്രയും പെർഫെക്റ്റായിട്ട് നമ്മളിതിൽ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് 4 സൈഡും നമ്മുടെ നോർമൽ റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എക്സ്ട്രാ ഉള്ള പോർഷൻസ് നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കുക. നമ്മളുടെ ചിപ്സിൻ്റെ പാക്കറ്റിൽ എത്താതെ എക്സ്ട്രാ ഉള്ള പ്ലാസ്റ്റിക് ഷീറ്റ് മാത്രം കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് പെർഫെക്റ്റായിട്ട് സ്ട്രെയിറ്റ് ലൈനിൽ കട്ട് ചെയ്തെടുക്കുക. മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്താലും മതി. ഇതിൽ മാർക്ക് ചെയ്യാനായിട്ട് ഒരു പെർമനൻറ്റ് മാർക്കറോ അല്ലെങ്കിൽ ഒരു സ്കെച്ച് പെന്നോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളെടുത്ത 2 പാക്കറ്റിലും അതേപോലെ 2 സൈഡിലും പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് രണ്ടിനെയും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു സിബ് എടുത്തിട്ടുണ്ട്. സിബ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കുക. ഇനിതാ നമുക്കതിൻ്റെ സൈഡിലേക്ക് ഒരു കട്ടിയുള്ള തുണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കട്ടിയുള്ള തുണിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാൻവാസ് വെച്ച് തുണിയിൽ അയൺ ചെയ്തെടുത്തിട്ട് അതിൻ്റെ 3 വശത്തേക്കുള്ള ഫാബ്രിക്കിൽ അയൺ ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ സ്റ്റിഫാക്കി എടുക്കണം. നമ്മൾ അതിൻ്റെ സൈഡിൽ സ്റ്റിച്ച് ചെയ്യുന്ന തുണി നല്ല സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴേ അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇത് രണ്ടും ജോയിൻ ചെയ്തിട്ട് താഴത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. ഇനിതാ നമ്മൾ ഇതിൻ്റെ 3 സൈഡിലും അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചെടുക്കാം. നമ്മുടെ ചാനലിൽ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ചെന്നിട്ട് കണ്ടു നോക്കുക. 2000 രൂപയുടെ ഗിവ് അവേ ആണ്. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മളിത് മറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന്. ഇനി നമുക്കതിലേക്ക് അറ്റാച്ച് ചെയ്യാനുള്ള സിബ് വേറൊരു പീസ് തുണിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. കാരണം നമ്മൾ സെയിൽ ചെയ്യാനുള്ള പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ മാക്സിമം പെർഫെക്ഷനിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ 2 സൈഡിലും സ്ട്രാപ്പും കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്ട്രാപ്പൊക്കെ ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്. വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അതിൽ എല്ലാ സ്റ്റിച്ചിങ് പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് കാണാം.
നമ്മൾ ഇങ്ങനെയാണ് വരുന്നത്. കവർ ബാഗ് എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ ഇതേപോലെ കുറേ ഇമേജസ് വരുന്നത് കാണാം. അതിൻ്റെ കൂടെ അതിൻ്റെ റേറ്റും കൂടി വരുന്നത് കാണാം. നമ്മൾ കളയുന്ന ഒരു 5 രൂപയുടെ അല്ലെങ്കിൽ ഒരു 10 രൂപയുടെ ചിപ്സ് പാക്കറ്റിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള ബാഗിൻ്റെ വില എന്ന് പറയുന്നത് 15,000 ഒക്കെ തൊട്ടാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. സ്റ്റിച്ച് ചെയ്യുന്ന ഏതൊരാൾക്കും സിമ്പിളായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പൊക്കെ തന്നെയാണിത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ പ്രൊജക്റ്റും കാര്യങ്ങൾക്കുമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക്